കഴിഞ്ഞ 9.5 വർഷക്കാലം കേരള സർക്കാർ നമുക്ക് നൽകിയ സംഭാവനകൾ. ഏകാധിപതിയായ മുഖ്യമന്ത്രി, നവകേരള യാത്ര, ശബരിമല സംഗമം, ശബരിമല കൊള്ള, ഒരു പാട്ടിനെതിരെയുള്ള കേസ്, മൈക്കിനെതിരെ കേസ്, ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ച, കരുവന്നൂർ ബാങ്കിലെ കവർച്ച, സ്വപ്ന സുരേഷ് പറഞ്ഞ അഴിമതിയുടെ കാര്യങ്ങൾ, കൃഷി വേണ്ടെന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി, KSRTC ജീവനക്കാരുടെ ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ അധ്യാപികയുടെ ആത്മഹത്യ, അധ്യാപികയുടെ ഭർത്താവിൻ്റെ ആത്മഹത്യ, ആന്തൂരിൽ വ്യാപാരിയുടെ ആത്മഹത്യ, പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ പീഡന പരാതികൾ, സ്ത്രീ സുരക്ഷ വെള്ളത്തിൽ, അതിദാരിദ്ര്യമുക്ത കേരളം, ലാൽ സലാം പരിപാടിയുടെ അഴിമതി, പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പോലീസ്, ഹോസ്പിറ്റലിൽ നടക്കുന്ന അനാസ്ഥകൾ, ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ്, മരുന്നിൻ്റെ ക്ഷാമം, ആശാവർക്കർമാർക്ക് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത മുഖ്യമന്ത്രി, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന പാർട്ടി പ്രവർത്തകർ, കോളേജുകളിൽ റാഗിംഗ് ആൻഡ് കൊലപാതകം, MDMA എന്ന മയക്കുമരുന്നിന് ഒരു സ്ഥാനം കൊടുത്ത ഭരണം, നാട്ടിലെ മൃഗങ്ങളുടെ കൂടെ കാട്ടിലെ മൃഗങ്ങൾക്കും ആധിപത്യം, വിലക്കയറ്റം, പാർട്ടി നേതാക്കന്മാരുടെ വിവരമില്ലായ്മ, തീരുന്നില്ല, തുടരും.